ഷാഫി പറമ്പിൽ എം പി CPMന്റെ കണ്ണിലെ കരടാണ്. ഷാഫിയെ ഇല്ലാതാക്കാൻ എന്ത് നാറിയ പണിയും കാണിക്കുന്നവരാണ് CPM നേതാക്കൾ. ഇപ്പോൾ ഷാഫിക്കും കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ളയ്ക്കുമെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. കണ്ണടച്ചിരുട്ടാക്കി മുന്നോട്ടു പോകാൻ ഷാഫിയെയും പാറയ്ക്കലിനെയും സമ്മതിക്കില്ല. ഇവർ പുറത്തിറങ്ങേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് മെഹബൂബ് പറയുന്നത്. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് CPMനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫിയെ വർഗീയവാദിയാക്കി ഇല്ലായ്മ ചെയ്യാൻ CPM നടത്തിയ നീക്കമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമായി മാറിയത്. LDF സർക്കാരിന്റെ കാലത്ത് തേച്ചുമാച്ച് കളയാൻ നോക്കിയ കേസ് UDF അധികാരത്തിൽ വന്നപ്പോൾ പിടിതട്ടിയെടുത്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഈ സംഘമാണ് DYFI നേതാവ് ജിതിൻ ഭാസ്കറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലായിരുന്നു ജില്ലാ സെക്രട്ടറി മെഹബൂബിന്റെ ഭീഷണി പ്രസംഗം. കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ളയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെന്നിത്തല SITയെ രൂപീകരിച്ചത്. ഇതിന്റെ അരിശമാണ് CPM നേതാവിന്റെ വാക്കുകളിൽ കാണുന്നത്. ആ പ്രസംഗം കാണാം. കണ്ണടച്ചിരുട്ടാക്കി മുന്നോട്ട് പോകാൻ ഷാഫിയെയും അതേപോലെ തന്നെ പാറയ്ക്കലിനെയും സമ്മതിക്കില്ല എന്ന് കണ്ടോളണം. ഇവർ പുറത്തിറങ്ങുന്നെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധികാരി വർഗത്തിന്റെ മർദ്ദനോപകരണങ്ങളെ മല്ലിട്ടുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തിയാണ് ഈ പ്രസ്ഥാനം ഇന്നിങ്ങനെ എത്തിയിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊക്കെ പൂർവീകരുണ്ടല്ലോ, പലരും മൺമറഞ്ഞു പോയത്. അവര് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഈ പാർട്ടി അവര് നടന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഒരു DYFI പ്രവർത്തകൻ ഇതിനകത്ത് ഇട്ടിട്ട് ശരിയാക്കി കളയാന്ന് കരുതിയ നിങ്ങൾ ആണോ? യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉറവിടം കണ്ടുപിടിക്കണം. ഉറവിടം കണ്ടുപിടിക്കാതെ പോലീസ് കേസ് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ ഒരു പോലീസ്, നിങ്ങളെ പോലീസ് ഈ പോലീസ് തന്നെയല്ലേ? ഭരണം മാറുമ്പോ അതിന്റെ നിയമത്തിനും അതേപോലെ തന്നെ നിയമ നടപടിക്കും എന്താ വ്യത്യാസം? ആധികാരികമായി പറയുന്നത് നിങ്ങൾ പറയും. ഞങ്ങളിങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ DYFI സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കണമെന്ന ധാരണയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഇത് ഒതുങ്ങുമെന്ന് കരുതുകയും വേണ്ട. ഞങ്ങൾ ഇനിയും ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ഞങ്ങളുടെ നീതി, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സത്യം, ആ സത്യത്തെ തിരിച്ചറിയാൻ ഈ നാട് തയ്യാറാകുന്നില്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കി മുന്നോട്ട് പോകാൻ ഷാഫിയെയും അതേപോലെ തന്നെ പാറയ്ക്കലിനെയും സമ്മതിക്കില്ല എന്ന് കണ്ടോളണം. ഇവർ പുറത്തിറങ്ങുന്നെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ല ഇവിടെ കണ്ടതാ, മന്ത്രിമാരെ തടയൽ സമരം നടത്തിയ പ്രസ്ഥാനമാണ് DYFI പ്രസ്ഥാനം. അന്ന് മന്ത്രിമാർ ഈ പോലീസിൽ നിന്നും വെച്ച് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു പരിപാടിയും ആ സമരം തുടങ്ങിയത് മുതൽ കേരളത്തിലെ മന്ത്രിമാർക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതെല്ലാം നാട് കണ്ടതാ. ഞങ്ങൾ അതിലേക്കൊന്നും കൊണ്ടുപോകണ്ട. ഞങ്ങൾ നിന്ന് സമാധാന ഗോപാൽ മാഷ് പറഞ്ഞ പോലെ സമാധാനപരമായി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനാ വന്നത്. വളരെ സമാധാനപരമായി തന്നെയാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത്. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ജനാധിപത്യത്തിനകത്ത് പൂർണ്ണമായും അനുവദനീയമായ സമരമുറകൾ മാത്രമാണ് ഞങ്ങൾ എടുക്കാറ്. എന്നാൽ അതിനാക്രമണകരമായി നേരിടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നവരല്ല. വലത്തെ ചെവിട്ട തടി കിട്ടി ഇടത്തെ ചെവിട് ഞങ്ങൾ കാണിക്കില്ല. വലത്തെ ചെവിട്ട തടിക്കുമ്പോ ഞങ്ങൾ ആ കൈ പിടിക്കും. അതെത്ര വലിയവനായാലും ഞങ്ങൾ പിടിക്കും.